രാജീവൻ കോഴിക്കോട് നിന്നാണ് ചേരുന്നത്. ശ്രീ ആ രാജീവൻ. പറയാം ആ പറയാം ആ ഹലോ, ഞാൻ പറയുന്നത് ആ പിന്നെ ഇപ്പോ ഈ ചർച്ചയ്ക്ക് ആധാരം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ പിന്നെ പിന്നെ ഞങ്ങളുടെ നാട്ടിനടുത്തുള്ള പിന്നെ പിന്നെ ഒരാള് ഒരു ജാഥ നയിച്ചിരുന്നു, പിന്നെ കാസർഗോഡ് മുതൽ ആ വേദിയിലാണ് ഈ കാന്തപുരം മുഖ്യമന്ത്രി കാന്തപുരം കാന്തപുരം ആ അവര് ആ വേദിയിലാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ വിഷയം ഉന്നയിക്കുന്നത്. അതെ അതിനെ ബേസ് ചെയ്താണല്ലോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതെ. എനിക്ക് പറയാനുള്ളത് രണ്ടാൾക്കും ആത്മാർത്ഥതല്ല എന്നുള്ള. രണ്ടാൾക്കും ആത്മാർത്ഥതയില്ല. ആത്മാർത്ഥതയില്ല. കാരണം മതേതരത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പിന്നെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ നിലപാട് മാറ്റലല്ല എന്നാ ഞാൻ പറയുക. കാരണം ആ പിന്നെ ഇപ്പോ ശരിക്കും പറയാൻ കാന്തപുരം എന്ന് പറഞ്ഞാല് അവരെ മുസ്ലിങ്ങളെ കാര്യങ്ങൾ പറയുന്ന ഒരു സംഘടനയാണ്. ആ അല്ലാണ്ട് അവര് എല്ലാ മതങ്ങളെ കുറിച്ചും ആരും സംസാരിക്കുന്നില്ലല്ലോ. ആ പക്ഷെ അവര് അവർക്ക് ഉന്നയിക്കുന്നത് മതേതരത്വമല്ലല്ലോ. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വലിയ ആ കടന്നുകയറ്റം ന്യൂനപക്ഷങ്ങളുടെ കാര്യം നടക്കുന്നു മാത്രമല്ല, എന്നൊക്കെയാണ് അവരുടെ ഭൂരിപക്ഷ സമുദായങ്ങളെ ആക്ഷേപം. പറ്റി അവിടെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇഷ്ടഭക്ഷണം കഴിക്കാൻ, വസ്ത്രം ധരിക്കാൻ ഇതിനൊക്കെ തടസ്സം വരുന്നു. ഗ്യാൻ വാപ്പി മസ്ജിദിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദുകളിൽ ഒക്കെ അവകാശവാദം ഉന്നയിച്ചു വരുന്നു. അതുപോലെ വിഭജനത്തിൻ്റെ കാലത്ത് പോലും പെടാത്ത ഇടങ്ങൾ ഇപ്പോൾ നശിപ്പിക്കപ്പെടുന്നു. വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കാൻ നിയമനിർമ്മാണം നടക്കുന്നു. ഇങ്ങനെയുള്ള വലിയ ഒരു സാഹചര്യം മുഖ്യമന്ത്രി വിവരിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് എല്ലാ ഘട്ടത്തിലും. ഒരു മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഞാൻ എതിരാന്നല്ല പറയുന്നത്. ആ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോ ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശനാകട്ടെ, പിന്നെ കാന്തപുരാകട്ടെ, ജിഫ്രി കോയ തങ്ങളാകട്ടെ, പിന്നെ ഈ ക്രിസ്ത്യാനികളുടെ വിഭാഗങ്ങളാകട്ടെ, ഇവരൊക്കെ എന്ത് ജാഥ നയിക്കുമ്പോൾ അവരെ കാര്യങ്ങളെ പറയുന്നുള്ളൂ. അത് ശരിക്കും മതേതരത്വമാണോ? അല്ലല്ലോ, മതേതരത്തല്ലല്ലോ. അവരെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരം മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാതെ ഇത്തരം സമരങ്ങളിൽ, ഞാൻ പറയുന്ന ഇത്തരം വേദികളിൽ ഒരു മുഖ്യമന്ത്രി അല്ല ഒരു പ്രതിപക്ഷ നേതാവും പോകരുത്. എന്റെ അഭിപ്രായം അതാണ്. കാരണം അവരാ ജാഥ നടത്തിക്കോട്ടെ, അവരവരെ കാര്യം പറഞ്ഞോട്ടെ, അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇവിടെ ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അത് കേരളത്തിന്റെ ഏറ്റവും മികച്ചതാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ വളരെ മോശമാണ്. അതെന്തുകൊണ്ടാണ്? ഭൂരിപക്ഷ സമുദായങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങളെ അടിച്ചമർത്തുന്നു. പക്ഷെ ആ പ്രശ്നം കേരളത്തിൽ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് കേരളത്തിൽ മതേതരത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതേതരത്വം ഉണ്ട്. അതിങ്ങനെ വാദം ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾ ആ റോഡ് പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു നേതാവാണെന്നാണ് ഞാൻ പറയുക. കാരണം എത്ര വർഷമായി അയാൾ, 5 വർഷം അയാൾ ഇപ്പൊ പ്രതിപക്ഷത്ത് നിന്നു. അയാൾ അന്ന് തൊട്ട് പറയുന്നത് എന്താണ്? എങ്ങനെയെങ്കിലും പിന്നെ പിണറായി വിജയൻ രാജിവെക്കണം, പിണറായി വിജയൻ. അതല്ലാതെ അയാൾക്ക് എന്ത് ലോജിക്കാ പറയാനുള്ളത്? ഈ കേരളത്തിൽ അത്രയും 5 വർഷം കൊണ്ട് അത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കി. ആദ്യ പിണറായി സർക്കാരിന്റെ അത്ര രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നിട്ടില്ലെങ്കിലും ഒരു കലാപം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ തന്നെ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ തന്നെ ചാനലിൽ ഇപ്പം പിന്നെ കുറെ സമയങ്ങളിൽ ഓരോരോ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ വളരെ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഓരോ മതവിഭാഗങ്ങളും കൂടുതലുള്ള സ്ഥലത്ത് ആ മതവിഭാഗങ്ങളെ പങ്കെടുപ്പിക്കുക എന്ന് സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയെങ്കിലും ലക്ഷ്യം, അല്ലേ? അതാണ് നമ്മൾ കാണുന്നത്. കാരണം ക്രിസ്ത്യാനികൾ, ഉദാഹരണത്തിന് കൊച്ചിയിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് തന്നെ നമ്മൾ കണ്ടില്ലേ, ഒന്നുമില്ലാന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് കളവ പറഞ്ഞെന്നുള്ളത് ആ മേയർ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ ആത്മാർത്ഥത എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന് തീരെ ഇല്ല എന്നാ ഞാൻ പറയാം. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. ഇത് അണ്ടർടേക്കർ വേഴ്സസ് അണ്ടർടേക്കർ എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഡബ്ല്യു റെസ്ലിംഗ് പോലെയാണോ എന്ന് എന്നോട് ചോദിക്കുന്നത്. അല്ല, ഇത് ഒരു രാഷ്ട്രീയ വാക്പോരാണ്. അപ്പോൾ ഇതിൽ അത് ഇന്നലെ വലിയ ചർച്ചയായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം എടുത്തത്. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. ക്രിസ് എനിക്ക് ഹായ് മനു എന്ന് പറയുന്നുണ്ട്. ക്രിസ് നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. കാരണം അതേ ഇടക്കിടക്കൊക്കെ എന്നെ പ്രശംസിക്കുന്നത് കൊണ്ടും കൂടിയാണ്, അല്ലാതെ ഇഷ്ടമാണ്. ഓക്കെ, ജമാൽ എന്നോട് പറയുന്നു സതീശൻ പറഞ്ഞത് കറക്റ്റായ കാര്യമാണ് എന്ന് ജമാൽ വലിയിൽ എന്നോട് പറയുന്നു. അപ്പോൾ ജയകുമാർ പറയുന്നു ഇവിടെ ഓക്കെ ജമ്പ് ചെയ്ത് പോയി. പൊതുവേദിയിൽ പ്രതികരിക്കാൻ ജമാലിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മളിതിൽ നമ്പർ കാണിക്കുന്നുണ്ടല്ലോ ജമാലിനെ വിളിക്കാം. ജമാൽ ഈ വാട്സപ്പിൽ അയക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ വായിക്കുന്നുണ്ട്. പിന്നെന്താണ് പ്രശ്നം? അപ്പോൾ നല്ലൊരു അഭിപ്രായമാണ്, കേരളത്തിൽ സതീശൻ പറഞ്ഞത് നല്ലൊരു അഭിപ്രായമാണ് എന്നുകൂടി ജമാൽ പറയുന്നുണ്ട്. ഇപ്പോൾ സുനിൽകുമാർ എനിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നുണ്ട്. ജയകുമാർ ഇവിടെ എന്ത് വർഗീയ കലാപം ഉണ്ടായാലും ഇടതുപക്ഷമാണ് അതിന് ഉത്തരവാദികൾ എന്ന ആക്ഷേപം മുന്നോട്ട് വയ്ക്കുന്നു. മഹി കിള്ളിപ്പാലത്ത് നിന്ന് വളരെ ചുരുങ്ങിയ വാക്കുകൾ, നമുക്ക് ഇന്ന് ലേശം തിരക്കുള്ള ദിവസമാണ്. ശ്രീ മഹി, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. പിന്നെ ഒരു കാര്യമുണ്ട്. 82-ൽ ഈ RSSകാർ ചാല തീ വെച്ചപ്പം ഒരു കോൺഗ്രസ് ഇല്ലായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ നിന്ന് ഓരോ മുസ്ലിങ്ങളെ വീട്ടിലും ഓരോ ആളുകളും കാവലിരുന്നു.
ഈ RSS നേരിടുന്നത്. ചാല അറിയായിരിക്കുക ആ തീവെപ്പ് കേസ്. അന്ന് ഒരു കോൺഗ്രസ്സുകാർ തിരുവനന്തപുരം ചാലക്കത്തില്ല. കോൺഗ്രസ് പറയുന്ന രാജ്യമെമ്പാടും കലാപങ്ങൾ നടക്കുമ്പോഴൊക്കെ അവരാണ് ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത്. സംശയമില്ല, ഞങ്ങൾ എന്നെ നേരിട്ടത് ഒരു കോൺഗ്രസ് ഇല്ല. സന്തോഷ് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. സന്തോഷ്, ഇവിടെ പല കാര്യങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിക്കുകയാണ്. കാശ്മീരിലുണ്ടായ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് എന്തിനായിരുന്നു? സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം തകർത്തു. അതുപോലെ രാജ്യവ്യാപകമായി മുസ്ലിം വിഭാഗങ്ങൾ വേട്ടയാടപ്പെടുന്നു. ന്യൂനപക്ഷത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നത് ഇടതുപക്ഷമാണ്. ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്നൊക്കെ മുഖ്യമന്ത്രി പറയുകയാണ്. അവിടെയാണ് വി ഡി സതീശൻ പറയുന്നത് അങ്ങയ്ക്ക് ഒരു ആത്മാർത്ഥതയില്ല എന്ന്. ഇതിൽ ആരുടെ പക്ഷത്താണ് സന്തോഷ്? ഞാൻ സതീശന്റെ പക്ഷത്താണ്. ആണോ? കാരണം ഈ കാശ്മീരിൽ നടക്കുന്നതും അവിടെ ഉത്തർപ്രദേശിൽ നടക്കുന്നതും പറയാതെ സ്വന്തം സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ ആരും തീരുമാനിക്കണ്ടേ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വർഗീയതയ്ക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് ഈ പിണറായി പറഞ്ഞിട്ടുണ്ടോ, എതിര് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പാടില്ല എന്നെങ്കിൽ തള്ളി പറയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോറ്റോട്ടെ, വോട്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട, പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കണം, വാക്ക് മാറ്റരുത് എന്നൊക്കെ പറയുന്നത് ഈ വെള്ളാപ്പള്ളി കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ടാണ്. ഇവരെ ഒരു ജനങ്ങളുടെ പണം കൊണ്ട് ജീവിതം നയിക്കുന്നവരെ ഒരു അവരുടെ ബന്ധുക്കളെയോ ഇല്ലെങ്കിൽ കൂട്ടുകാരെ പോലും ആ വണ്ടിയിൽ കയറ്റാൻ പാടില്ല. അത് നിയമമാണ്. സ്വജനപക്ഷപാതം കാണിക്കാൻ പാടില്ല, അത് നിയമമാണ്. പക്ഷേ ഈ വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ, നിങ്ങളെ മാധ്യമ പ്രവർത്തകരെ തന്നെ പറഞ്ഞല്ലോ, ഒരു മുസ്ലിം അദ്ദേഹം കണ്ടപ്പോ അവൻ തീവ്രവാദിയാന്ന് പറഞ്ഞില്ലേ? എന്തെങ്കിലും ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞോ? മുഖ്യമന്ത്രി തള്ളി പറഞ്ഞോ? ഇല്ലല്ലോ. വെള്ളാപ്പള്ളിയെ ഒന്ന് വിമർശിച്ചോ? ഇല്ലല്ലോ. അപ്പൊ അത് വ്യക്തമാണ്. അപ്പൊ സന്തോഷിന്റെ അഭിപ്രായം കൃത്യമാണ്. കൂടുതൽ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് എനിക്ക് അധിക സമയം തരാൻ കഴിയാത്തത്. ശ്രീ ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേർന്നു. ശ്രീ ചന്ദ്രൻ നായർ, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്തേ. രാഷ്ട്രീയക്കാരിൽ എല്ലാവർക്കും മതേതരത്വം ഉണ്ട്. അവര് പൊതുവേദിയിൽ വരുമ്പോൾ മാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാറുള്ളത്. അതല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെയാണ് അവരെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയാണ് സാർ, എന്റെ അനുഭവത്തിൽ. അതെ, ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ സതി ബാബുരാജ് എന്നോടൊപ്പം ചേരുകയാണ്. അപ്പോൾ സതി ബാബുരാജ്, നമസ്കാരം. മനു, ദോസ് പാർട്ടീസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് എന്ന് പറയുന്നു. സുഖമാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ സതി ബാബുരാജിൻ്റെ നാളെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നടക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ 1ാം വാർഷികമൊക്കെ അവരുടെ ഒരു സ്ഥാപനം ആഘോഷിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് ഞാനും വിചാരിക്കുന്നത്. വർഗീയതയുടെ വിഷം വിളമ്പുന്ന സംഘപരിവാറാണെന്ന് ജമാൽ പറയുന്നു. ആശയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് പറയുന്നു. ക്രിസ് എന്നോട് പറയുന്നു, ക്രിസ്ത്യാനികൾക്ക് BJP അല്ലെങ്കിൽ LDF ഉള്ളൂ എന്നാണ് ക്രിസ് പറയുന്നത്. ഉമ്മൻചാണ്ടി ആണെങ്കിൽ ഓർത്തഡോക്സും യാക്കോബായ സഭയും ഒരുമിക്കാൻ ശ്രമിച്ചിട്ടില്ല. മാറാട് കലാപം വേറെ എന്ന് പറയുന്നു. വേടൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഒരിടത്ത് അയ്യപ്പൻ്റെ സ്വർണം, ഒരിടത്ത് രാഹുലിൻ്റെ പെണ്ണുകേസ്, കേരളത്തിന് ഇനി ആര് നോക്കും എന്നൊക്കെ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ രണ്ടുപേരെയും നിശ്ചിതമായി വിമർശിക്കുകയാണ്. അപ്പോൾ ജമാൽ എന്നോട് പറയുന്നത് കേരളത്തിൽ സംഘപരിവാറിൻ്റെ ആശയം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.